ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ. ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് കോടതി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ആന ഉടമസ്ഥരുടെ സംഘടനകൾക്കും കോടതി നോട്ടീസ് അയച്ചു. കോടതി വിധി ആശ്വാസകരമെന്ന് ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചു. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമെന്നും ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ആന എഴുന്നള്ളിപ്പിനിടെ അപകടങ്ങളുണ്ടായാൽ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കാണെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി വിധി ആശ്വാസം പകരുന്നതാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി. ദേവസ്വങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പൂരം, വേല, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരിൽ വേട്ടയാടി കേസെടുക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവിടെ. അതിപ്പോൾ എന്തായാലും മാറിക്കിട്ടി. എല്ലാ സംഘാടകർക്കും ഇനി സമാധാനമായിട്ട് കാര്യങ്ങൾ നടത്താം. വലിയ ആശങ്കയുണ്ടായിരുന്ന ഘട്ടത്തിലാണ് അനുകൂലമായ വിധി വന്നതെന്ന് തിരുവമ്പാടി ജോയിന്റ് സെക്രട്ടറി P ശശിധരനും പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ സ്റ്റേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇനി ഇത് നിലനിന്ന് പോകണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് നടന്നു തുടങ്ങുന്ന എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കണം. അതുതന്നെയാണ് സുപ്രീം കോടതി ഈ സ്റ്റേയിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. നവംബർ 14-നാണ് സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പിൽ കർശന നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്നുൾപ്പെടെയുള്ള നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ.